നമസ്കാരം. ഇന്ന് 8-ാം തീയതി നമ്മളിവിടെ നേരം വിളിക്കുന്നത് പശ്ചിമേഷ്യയിൽ നിന്നുള്ള ശുഭകരമായ വാർത്തകൾ കേട്ടുകൊണ്ടാണ്. അതായത് വെടിനിർത്തൽ ഏകദേശം ഒരു പൂർണ്ണമായ വെടിനിർത്തൽ തന്നെയാണ് ഞാനിത് പ്രതീക്ഷിക്കുന്നത്. കാരണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റയടിക്ക് താനങ്ങ് തോൽവി സമ്മതിച്ചു എന്ന് പറയുന്നത് ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് അത്തരം അവസ്ഥ വേണ്ട. തൽക്കാലം 2 ആഴ്ച ഒക്കെ വെടിനിർത്തിയിട്ട് പിന്നെ അത് സ്ഥിരപ്പെടുത്തി എന്ന നിലയിലേക്ക് കൊണ്ടുപോകാമെന്നുള്ളൊരു ധാരണയുടെ പുറത്ത് വെടിനിർത്തൽ വന്നു എന്നാണ് മനസ്സിലാകുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി, അതായത് 38-39 ദിവസമാകുന്നു ഇപ്പോൾ അതിൽ കടക്കാണ്. ആ സമയത്ത് ട്രംപ് പറഞ്ഞിരുന്നത് ഒരു ഉപാധിയില്ല, മര്യാദയ്ക്ക് ഹോർമൂസ് തുറന്നോ, നിരുപാധികം കീഴടങ്ങിക്കോ എന്നൊക്കെയാണ് ഭീഷണിപ്പെടുത്തിയിരുന്നത്. അതുപോലെ തുടക്കത്തിൽ പറഞ്ഞിരുന്നത് ഇറാന്റെ ഭരണകൂടത്തെ ഞങ്ങൾ മാറ്റും, പിന്നെ ഞങ്ങൾ തീരുമാനിക്കുന്ന ഭരണകൂടം, ഞങ്ങളുടെ പാവ സർക്കാരായിരിക്കും അവിടെ ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് നടന്നില്ല. കാരണം ഭരണകൂടത്തെ മാറ്റിയെന്നുണ്ടെങ്കിലും പണ്ടത്തേക്കാൾ പിടിച്ചതിനേക്കാൾ വലുതാണ് മാളത്തിൽ എന്ന നിലയിലാണ് പിന്നീട് അതിൻ്റെ ഒരു അവസ്ഥ. വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. ഇപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണം, കഴിഞ്ഞ ദിവസം ഇറാന്റെ മലനിരകളിൽ പെട്ടുപോയിട്ടുള്ള ഒരു പട്ടാളക്കാരനെ എടുക്കാൻ വേണ്ടിയിട്ട്, അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ച അമേരിക്കയ്ക്ക് 4 വിമാനങ്ങൾ നഷ്ടപ്പെട്ടു. രക്ഷപ്പെടുത്താൻ വന്ന 4 വിമാനങ്ങൾ നഷ്ടപ്പെട്ടു. വലിയ സാമ്പത്തിക നഷ്ടം. 2 കപ്പലുകൾ, ജെറാൾഡിനും അബ്രഹാം ലിങ്കനും കേടുവന്നു. അവ 2 യുദ്ധസജ്ജമല്ല. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ട്രംപിന് എങ്ങനെയെങ്കിലും ഇതിന്ന് ഊരിയാ മതി എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇറാൻ കടുംപിടുത്തം തുടർന്നിരുന്നത്. ഇറാൻ പറഞ്ഞിരുന്നത് 40 വർഷമായി രാജ്യം ഉപരോധത്തിലാണ്, ആ ഉപരോധം നീക്കണം. അതായത് ഞങ്ങളുടെ സാമ്പത്തിക അവസ്ഥകൾ, അസറ്റുകൾ പല ഭാഗത്തും മരവിപ്പിച്ചേക്കാണ്, അതൊക്കെ നീക്കം ചെയ്യണം. പിന്നെ ഹോർമൂസ് അത് ഞങ്ങൾ നോക്കും, മേലാൽ ഞങ്ങളെ കയറി ഒന്നും ചെയ്യാൻ വരരുത്, യുദ്ധം എന്ന് പറഞ്ഞൊരു പരിപാടിയും പറഞ്ഞുകൊണ്ട് ഇറാന്റെ മേലെ വരരുത്. പിന്നെ ഇതുവരെ ഇറാനെ യുദ്ധം ചെയ്ത് നശിപ്പിച്ചിട്ടുള്ള എല്ലാത്തിനും നഷ്ടപരിഹാരം കിട്ടണം എന്നൊക്കെയായിരുന്നു ഇറാന്റെ പിടിവാശി. ആ പിടിവാശികൾ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോൾ ഇരുപക്ഷവും വെടിനിർത്തലിന് സമ്മതിക്കുന്ന സിറ്റുവേഷൻ വരുന്ന സമയത്ത് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ടിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അമേരിക്ക മുന്നോട്ട് വച്ചിട്ടുള്ള ആവശ്യങ്ങളെ ഇറാൻ അംഗീകരിക്കുകയല്ല, ഇറാന്റെ 10 ആവശ്യങ്ങൾ അമേരിക്ക അംഗീകരിക്കുകയാണ്. അതായത് പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന് മുമ്പ് ഹോർമൂസ് തുറന്നു കിടക്കുകയാണ്. യാതൊരു തടസ്സവുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാമായിരുന്ന ഹോർമൂസ് ഇനി മുതൽ ഇറാൻ ചുങ്കം പിരിക്കും. എനിക്ക് തോന്നുന്നത് ഇറാൻ ചുങ്കം പിരിക്കുമെന്ന് പറയുന്നത്, ഇറാന്റെ നിയന്ത്രണത്തിലായിരിക്കും എന്ന് പറയുന്നത്, ഇറാന് നഷ്ടം കൊടുക്കണമെങ്കിൽ ഞങ്ങൾ യുദ്ധം നിർത്തൂ എന്ന് ഇറാൻ പറഞ്ഞിരുന്നു. ഇറാന് നഷ്ടം കൊടുക്കാൻ അമേരിക്ക കയ്യിൽ നിന്ന് കാശെടുത്ത് കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭീകരമായിട്ടുള്ള നഷ്ടമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ആ നഷ്ടം അമേരിക്ക കൊടുക്കേണ്ട സ്ഥാനത്ത് അത് മറ്റു ലോകരാജ്യങ്ങളെ കൊണ്ട് ഇറാന് കൊടുപ്പിക്കാം എന്നുള്ളൊരു ധാരണ വലിയ ബുദ്ധിയാണ്. സത്യം പറഞ്ഞാൽ ട്രംപ് കാണിച്ചത് ബുദ്ധിശൂന്യതയായിട്ട് കാണുന്നു വേണ്ട, വലിയ ബുദ്ധി തന്നെയാണ്. അതായത് അയാൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സകല പ്രശ്നങ്ങൾക്കും ഇറാൻ ഉണ്ടായിട്ടുള്ള നഷ്ടം പരിഹരിക്കാൻ വേണ്ടി ലോകരാജ്യങ്ങൾ, ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങളെ കൊണ്ട് ആ നഷ്ടം നികത്തുക. അതുകൊണ്ടാണ് ഹോർമൂസിൽ നിങ്ങൾ ചുങ്കം പിരിച്ചോ എന്ന് സമ്മതിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നത്. ഇറാൻ മുന്നോട്ട് വെച്ചുള്ള 10 ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങളിൽ ആകെ ഒരു ചെറിയൊരു മാറ്റം വന്നിട്ടുള്ളത്, ഞങ്ങളുമായി ഇനി ഒരു അടിക്കും ഇങ്ങോട്ട് വരരുത് എന്ന് ഞങ്ങൾക്ക് എഴുതിത്തരണം, വരില്ല എന്ന് എഴുതിത്തരണം എന്നാണ് പറഞ്ഞിരുന്നത്. അത് ആ 10 നിന്ന് നീക്കിയിട്ടുണ്ട്. അതൊരു പക്ഷേ ഇനി വരും ദിവസങ്ങൾ എഴുതി ചേർക്കുമായിരിക്കും. നോക്കൂ, ഇറാൻ എന്ന ആ ഒരു രാജ്യം വളരെ നിസ്സാരമായി അമേരിക്ക കണ്ടതുകൊണ്ട് മാത്രമാണ് അമേരിക്കയ്ക്ക് ഇങ്ങനെ പറ്റിയത്. ഇസ്രായേലിന്റെ വാക്കും കേട്ടുകൊണ്ട് ചെന്ന് തലയിൽ വെച്ചു കൊടുത്ത അമേരിക്കയ്ക്ക് എങ്ങനെയെങ്കിലും ഇതുകൊണ്ട് ഊരിപ്പോരാൻ മതി എന്നുള്ളൊരവസ്ഥ. അതായത് ഈ കുടത്തിൽ തലയിട്ട നായിന്റെ അവസ്ഥയാണ്. കുടമട്ട് ഊരാൻ പറ്റുന്നില്ല, അതൊക്കെ ചുമന്ന് നടക്കേണ്ടി വരും എന്നുള്ളൊരു സാഹചര്യം വന്നു കഴിഞ്ഞെന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് കഴിഞ്ഞ 38 ദിവസമായി അമേരിക്കയുടെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. ആദ്യം ഒരു അന്ത്യശാസനം, ആ അന്ത്യശാസനം ഇറാൻ പോയി പണിവെക്കാൻ പറഞ്ഞപ്പോൾ വീണ്ടും അന്ത്യശാസനം നീട്ടിയിട്ട് വീണ്ടും അന്ത്യശാസനം. ഈ അന്ത്യശാസനം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് അന്ത്യശാസനമാണ്. അത് കഴിഞ്ഞാൽ പിന്നൊരു ശാസനമല്ല, പിന്നെ കയറി അടിക്കലാണ്. പക്ഷെ ഇവിടെ അതൊന്നും ഉണ്ടായില്ല. ഞങ്ങളത് പിടിച്ചു വിഴുങ്ങും, ഞങ്ങൾ തകർക്കും. ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകൾ എന്താ പറഞ്ഞത്? ഹോർമൂസ് തുറന്നിടണം. ആ മണിക്കൂറുകൾ കഴിഞ്ഞ 8 മണിയായപ്പോഴേക്ക് ആ കരാർ കഴിഞ്ഞു. ആ 8 മണിക്ക് മുമ്പ് ഹോർമൂസ് തുറന്നില്ല എന്നുണ്ടെങ്കിൽ
അടിച്ചങ്ങട്ട് നിരത്തും ശിലായുഗത്തിലേക്ക്. അതായത് പണ്ടത്തെ കാലത്തേക്ക് ഇറാനെ കൊണ്ടെത്തിക്കും. അതായത് ഇറാൻ 2026 എന്ന് പറഞ്ഞാൽ പിന്നെ കാണില്ല, കാണണമെന്നുണ്ടെങ്കിൽ ഒരു നൂറ്റാണ്ട് കഴിയേണ്ടി വരും എന്നുള്ള ആ ഒരു ഭീഷണിയാണ് അമേരിക്ക ട്രംപ് ഇറാന്റെ മേൽ വെച്ചത്. എന്നാൽ ട്രംപ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പോയി പണി നോക്കാൻ അപ്പോഴും പറഞ്ഞു ഞങ്ങൾ അതിന് തയ്യാറാ. മാത്രമല്ല ട്രംപിന്റെ അന്ത്യശാസനത്തിന് ശേഷം ഇറാനിൽ ഒരു വലിയ കാര്യം സംഭവിച്ചു. ഇറാനിലെ ജനങ്ങളെല്ലാം കൂടി തെരുവിലിറങ്ങി, മുഴുവൻ ആൾക്കാർ തെരുവിലിറങ്ങി. അമേരിക്കയിലും ഇസ്രായേലിലും ഭരണകൂടത്തിനെതിരെ അവിടെ സമരങ്ങൾ നടക്കുമ്പോൾ, പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ ഇറാൻ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധമല്ല നടക്കുന്നത്. ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ്, നിങ്ങൾ തോറ്റു കൊടുക്കേണ്ടെന്ന്. മുമ്പ് ഖത്തറിനെതിരെ ഉപരോധം നടത്തി ഓർക്കുന്നുണ്ടല്ലോ. ഖത്തറിനെതിരെ ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം കൂടി ഉപരോധിച്ചപ്പോൾ ഖത്തറിലെ ജനങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ ഭരണാധികാരികൾ മറ്റുള്ളവരുടെ മുന്നിൽ അടിയറവ് പറയേണ്ട ആവശ്യമില്ല, അങ്ങനെ ചെയ്യരുത്, ഞങ്ങൾ പട്ടിണി കിടന്ന് മരിക്കാൻ തയ്യാറാണ്, എന്നാലും നമ്മുടെ ആത്മാഭിമാനം ഒരുത്തൻ്റെയും കാൽക്കീഴിലേക്ക് കൊണ്ട് വെക്കരുത് എന്ന് അന്ന് ഖത്തറിന്റെ പൗരന്മാർ അവിടുത്തെ ഭരണാധികാരിയോട് വിളിച്ചു പറഞ്ഞതാണ് ഇക്കാര്യത്തിൽ ഓർമ്മ വരുന്നത്. അതേ നിലപാട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇറാന്റെ തെരുവിലൂടെ നടന്നു നീങ്ങുന്ന ജനങ്ങൾ, ആ വലിയ ജനക്കൂട്ടം വിളിച്ചു പറയുന്നത്. ഇറാൻ ഭരണകൂടം ആരുടെ മുന്നിൽ തലകുനിക്കേണ്ട ആവശ്യമില്ല, ആരുടെയും കാൽക്കീഴിലേക്ക് തല കൊണ്ട് വെക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഇസ്രായേലിൽ നടക്കുന്നതോ, ഇസ്രായേലിൽ കഴിഞ്ഞ 30-38 ദിവസങ്ങളായി ഞങ്ങൾ ബങ്കറിലാണ് ജീവിക്കുന്നത്, ഞങ്ങളുടെ കുട്ടികളെ ബങ്കറിൽ ജീവിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് പുറത്തിറങ്ങണം, ശുദ്ധവായു ശ്വസിക്കണം. ആ നിലയിൽ വളരെ ഭീതിദായകമായിട്ടുള്ള അന്തരീക്ഷം. ഈ യുദ്ധം ബാധിക്കാത്ത ഏതോ മൂലയിൽ നിന്ന് എവിടെ നിന്നൊക്കെ ചില വീഡിയോകൾ ഇവിടെ നിന്നൊരു പ്രശ്നമില്ലാതെ വരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇന്നലെ കൂടി ഹൈഫയില് അതിശക്തമായ ബോംബിംഗ് ഉണ്ടായി. ക്ലസ്റ്റർ ബോംബുകൾ അതിശക്തമായിട്ട് അവിടെ കത്തിച്ച് കളഞ്ഞു ഇറാൻ. അതായത് ഇസ്രായേൽ ഭയന്ന് വിറച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ അമേരിക്കയ്ക്ക് മനസ്സിലായി ഇറാൻ തങ്ങളുടെ ആയുധങ്ങൾ, ശരിക്കുള്ള ആയുധങ്ങൾ പുറത്തെടുത്തിട്ടില്ല. അപ്പോൾ ഇനിയും യുദ്ധം നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ 8ന്റെ പണി തങ്ങൾക്ക് കിട്ടും, 8ന്റെ അല്ല 16ന്റെ പണി തങ്ങൾക്ക് കിട്ടും എന്ന് മനസ്സിലായപ്പോൾ യുദ്ധം നിർത്തുകയല്ലാതെ വേറൊരു മാർഗമല്ല ഏകപക്ഷീയമായിട്ട്. നോക്കൂ, ട്രൂത്ത് സോഷ്യല് ട്രംപ് തന്നെ പറയുന്നത് ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള 10 നിർദ്ദേശങ്ങൾ തങ്ങൾ അംഗീകരിക്കുന്നു എന്നാണ്. അതായത് ഇതുവരെ പറഞ്ഞിരുന്നത് അമേരിക്ക പറയുന്ന കാര്യങ്ങൾ ഇറാൻ അംഗീകരിക്കുന്നു, ഞങ്ങൾ ഇറാന്റെ മേൽ വിജയം വരിച്ചിരിക്കുന്നു എന്നാണ്. ഇവിടെ അതല്ല. ഇവിടെ പറയുന്നത് ഇറാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ അംഗീകരിച്ചു, ഞങ്ങൾ ചർച്ച ചെയ്യുന്നു, ഇനി ഇത് ഞങ്ങളുടെ ഒരു വിജയമാണ്, ഞങ്ങൾ പറഞ്ഞനുസരിച്ചുള്ളതൊക്കെ ഇറാൻ എഴുതി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞു കൊടുത്തതൊക്കെ എഴുതി കൊടുത്തതൊക്കെ ഇറാൻ എഴുതി കൊടുത്തതൊക്കെ ട്രംപ് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തതുപോലെയാണ് പറയുന്നത്. അതിന് തെളിവായിട്ട് അബ്ബാസ് അരാഗ്ചിയുടെ ഒരു കത്ത് എടുത്ത് കാണിക്കുന്നുണ്ട്, ട്രൂത്ത് സോഷ്യൽ എടുത്ത് കാണിക്കുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട് യുദ്ധം താൽക്കാലികമായിട്ട് നിർത്താൻ നമ്മൾ തയ്യാറാണ്, ആ രീതിയിൽ ചെയ്യാൻ തയ്യാറാണ്, 10 നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഹോർമൂസിനെ പറ്റിയൊന്നും പറയുന്നില്ല. നിലവിലുള്ള അവസ്ഥ ഹോർമൂസ് തുറന്നിനി കിടക്കില്ല എന്ന് തന്നെയാണ്. ഇറാൻ മുന്നോട്ട് വെച്ചുള്ള ആവശ്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇറാൻ പറഞ്ഞിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും ട്രംപ് അംഗീകരിച്ചുകൊണ്ട് നിരുപാധികം വെടിനിർത്തിയതാണ് എന്ന് കാണാൻ പറ്റും. അതായത് ഇറാൻ ആദ്യം പറഞ്ഞിരുന്നത് ഞങ്ങളുടെ ഉപരോധങ്ങൾ പിൻവലിക്കണം, ഞങ്ങളുടെ മേലുള്ള ഉപരോധങ്ങൾ അത് പിൻവലിക്കുന്നുണ്ട്. അതോടൊപ്പം ഞങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടണം, അത് അമേരിക്ക കൊടുക്കണമെന്ന് ഇറാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടണം, അതിന് ഞങ്ങൾ ചുങ്കം പിരിക്കും എന്ന് പറയുന്നുണ്ട്. അത് അംഗീകരിച്ചു കൊടുത്തു. അതായത് യുദ്ധത്തിന് മുമ്പ് പശ്ചിമേഷ്യയിൽ ഈ എണ്ണ കൊണ്ടുപോകുന്നതിനോ അല്ലെങ്കിൽ കപ്പൽ പോകുന്നതിനോ ഒരു ചുങ്കപ്പാത അല്ലായിരുന്നു അത്. ഇപ്പോൾ അത് ചുങ്കപ്പാതയാക്കി മാറ്റി. ലോകത്ത് ഏറ്റവും സമാധാനപൂർവ്വം കഴിഞ്ഞിരുന്ന ഒരു ജനങ്ങളുടെ മേൽ കയറി അടിച്ച് അവരുടെ എണ്ണയും അവരുടെ സമ്പത്തും പറഞ്ഞിരുന്ന അമേരിക്കൻ ജനതയോട് പറഞ്ഞിരുന്നത് എന്താ? ഇറാനിൽ ആവശ്യത്തിലധികം എണ്ണയുണ്ട്, അവിടെ മറ്റ് സമ്പത്തുകളുണ്ട്, നമുക്ക് അവരെ അടിച്ച് അവരെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ അവ നമുക്ക് പിടിച്ചെടുക്കാം, നമുക്കൊരു അസറ്റായി മാറുമെന്ന്. അതായത് അയൽ രാജ്യം കൊള്ളയടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ജീവിക്കാമെന്നാണ് പറഞ്ഞത്. അതാണ് അന്തസ്, മറ്റുള്ള രാജ്യത്തെ കൊള്ളയടിച്ച് ജീവിക്കുന്ന അന്തസ്. അപ്പോൾ ആ അന്തസ് സൂക്ഷിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാം ചെയ്യും, എന്തും ചെയ്യും എന്ന് പറഞ്ഞിരുന്ന ട്രംപാണ് ഇറാന്റെ മുന്നിൽ എല്ലാം കത്തിയും കൂടുമെല്ലാം അടിയറ വെച്ച് ഇപ്പോൾ താൽക്കാലികമായി വെടിനിർത്തലുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. അതായത് ഇറാൻ പറഞ്ഞതനുസരിച്ചിട്ട് യാതൊരു ഉപാധിയുമില്ലാതെ US വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു. ഇറാന്റെ എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾ അംഗീകരിക്കുന്നു. 10 നിർദ്ദേശങ്ങൾ, ആവശ്യങ്ങൾ ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ ആവശ്യങ്ങളെല്ലാം ഞങ്ങൾ അംഗീകരിക്കുന്നു. ഹോർമുസ് കടലെടുക്ക് ഇനി മുതൽ ഇറാൻ ഭരിക്കും, അല്ലെങ്കിൽ ഇറാൻ ചുങ്കം ഭരിക്കും. ഇതൊക്കെയാണ് സംഭവിച്ചേക്കുന്നത്. വല്ല ആവശ്യം ഉണ്ടായിരുന്നു? കൊണ്ടുവന്ന് മാളത്തിൽ കൈയിട്ടിട്ട് കൈ കുടുങ്ങിയ പോലെ നിൽക്കുന്ന ഒരു അവസ്ഥയായിപ്പോയില്ലേ ഇപ്പോൾ? നമ്മളൊരു ചൊല്ലു പറയും, ഈ മരം ഈർന്നുകൊണ്ട് നിൽക്കുന്നിടത്ത് ചെന്നിരുന്ന കൊരങ്ങൻ
അവരുടെ പെടുങ്ങാമണി കുടുങ്ങുന്ന ഒരു അവസ്ഥയുണ്ട് ആ പൂരമ്പോൾ. അതുപോലെ ട്രംപിനെ പെടുങ്ങാമണി കുടുങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥ ഒന്ന് സങ്കല്പിച്ച് നോക്കിയാൽ മതി. ആ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ കിടന്ന് പാട്, ആ ഒരു പാടാണ് സത്യത്തിൽ ഇവിടെ നമുക്ക് കണ്ട് ചിരിക്കാൻ കഴിയുന്നത്. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് പോട്ടെ, ഒരു യുദ്ധവും ആരെയും നന്നാക്കുന്നില്ല, വിഷമിപ്പിക്കുന്നതേ ഉള്ളൂ, ദുരിതങ്ങൾ സമ്മാനിക്കുന്നേ ഉള്ളൂ. ഇസ്രായേലിലെയും ഇറാനിലെയും സാധാരണക്കാരായ ജനങ്ങൾ അവരൊന്നും പഠിച്ചില്ല ഭരണാധികാരികൾ കാണിക്കുന്ന തോന്നിയാസങ്ങൾക്ക്. ജനതയ്ക്ക് മുഴുവൻ സമാധാനം വരട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ ഈ ഭരണകൂടം കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾ, കൊലകൾ അല്ലെങ്കിൽ കൊള്ളകൾ, അതൊക്കെ കണ്ട് ജനങ്ങൾ ചിരിക്കരുത്. അങ്ങനെ ചിരിച്ചാൽ തിരിച്ചു കിട്ടും. ഇസ്രായേലിലെ ഭരണകൂടം ഗസയിലും പലസ്തീനിലും കാണിച്ചിട്ടുള്ള സകല തെമ്മാടിത്തരങ്ങൾക്കുമുള്ള ഫലം അത് എങ്ങനെയാണ് ഗസയിലുള്ളവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഇസ്രായേലിലെ ജനങ്ങൾ കഴിഞ്ഞ 38 ദിവസങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇനി ഇസ്രായേലിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ ദുരിതത്തിലും സന്തോഷിക്കാൻ വരരുത്. തങ്ങളുടെ ഭരണകൂടം മറ്റൊരു രാജ്യത്തെ സാധാരണക്കാരെ കൊന്നൊടുക്കുമ്പോൾ, അവരുടെ ജീവിതത്തെ ദുരന്തമാക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യം എതിർക്കേണ്ടത് സ്വന്തം ഭരണകൂടത്തെ ആയിരിക്കണം, ഭരണകൂടത്തെ തിരുത്താനായിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ അത് സ്വയം അനുഭവിക്കേണ്ടി വരും. അത് ദൈവഹിതം. ഏതൊരു കർമ്മത്തിനും കർമ്മ എന്നൊരു തിരിച്ചടിയില്ലാതെ മുന്നോട്ട് പോകില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ ഇപ്പോഴത്തെ വിഷയങ്ങളെല്ലാം. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആവശ്യമില്ലാതെ ഇറാന്റെ മേൽ ചെന്ന് തൊട്ട് ഇസ്രായേൽ അടിവാങ്ങിയതും ആകെ നശിച്ച് വാരിയതും, പിന്നെ ട്രംപിന് എങ്ങനെയെങ്കിലും ഒന്ന് ഊരിപ്പോയാൽ മതി എന്ന നിലയിൽ ഇപ്പോൾ ഊരിപ്പോകേണ്ടുന്ന സാഹചര്യം ഉണ്ടായതും. Different angles. Don't forget to subscribe and support this channel.